സ്വന്തമായി ഒരു സ്ഥാപനം നടത്തുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ സ്റ്റാഫിന് സാലറി കൃത്യമായി ഒന്നാം തീയതി തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ എന്നെപ്പോലുള്ള ഏതൊരു സാധാരണക്കാരൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നിലവിൽ ഒരു EMI എങ്കിലും ഇല്ലാത്ത ഒരു വീടുകൾ ഉണ്ടാവില്ല. ഒരു ബൈക്കിൻ്റെ EMIയോ അല്ലെങ്കിൽ ഒരു മൊബൈലിൻ്റെ EMIയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാങ്ക് അടവുകളോ കാര്യങ്ങളായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പണമിടപാടുമായി ബന്ധപ്പെട്ട ഒരു അടവുകളുള്ള ഒരു വ്യക്തിയായിരിക്കും ഏതൊരു സാധാരണക്കാരനും. ഇതിൻ്റെ അടവുകൾ EMIയും കാര്യങ്ങളൊക്കെ വരുന്നത് ഒന്നാം തീയതിയോ അല്ലെങ്കിൽ രണ്ടാം തീയതിയോ അഞ്ചാം തീയതിയോ ഡേറ്റുകളിലായിരിക്കും ഈ ഒരു അടവും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഈ ഒരു സാലറി ലേറ്റായി കിട്ടുന്നത് കാരണം ആ ഒരു വ്യക്തിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വലിയൊരു ബുദ്ധിമുട്ടാണ്. എന്തായാലും നമ്മളെല്ലാവരും അവർക്ക് സ്റ്റാഫിന് സാലറി കൊടുക്കണം. നിങ്ങളുടെ സ്ഥാപനം ഏത് രീതിയിലാണ്, ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എങ്ങനെയാണ് പോകുന്നുള്ളത് ആ സ്റ്റാഫിന് ഒരിക്കലും അറിയേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം മാത്രമാണ്. പക്ഷേ ആ ഒരു സാലറി കിട്ടാൻ വൈകുന്ന മുഖാന്തരം സ്റ്റാഫിന് അത് വളരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര വലുതോ ചെറുതോ ആയിക്കോട്ടെ, കമ്പനി ഏത് രീതിയിലാണ്, ലോസിലാണോ പ്രോഫിറ്റിലാണോ എന്നുള്ളത് ഒരിക്കലും അറിയിക്കാതെ സ്റ്റാഫിന് കൃത്യമായിട്ട് എന്താ പറയുക, നിങ്ങൾ ആ ഒരു സാലറി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇത് മുഖാന്തരം നിങ്ങളുടെ ബിസിനസ്സിന് ഗ്രോത്ത് അല്ലാതെ ഒരിക്കലും ലോസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കഴിവതും നിങ്ങൾ എന്താക്കുക, നിങ്ങളുടെ സ്റ്റാഫിന് കൃത്യമായി ആ ഒന്നായി തന്നെ ആ സാലറി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആ ഒരു കൃത്യമായിട്ട് അവർ കിട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അത്രയും ബുദ്ധിമുട്ടിലൂടെ പോകുന്ന ഒരാളായിരിക്കും ഏതൊരു സാധാരണക്കാരും. അപ്പോൾ അവർക്ക് കൃത്യമായ ഒരു സാലറി കിട്ടിക്കഴിഞ്ഞാൽ അവൻ അവൻ്റേതായ ഒരു അടവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക.